അധിനിവേശക്കാരനായിരുന്ന ബാബറുടെ പേരിൽ മസ്ജിദ് പണിതാൽ പ്രതികരിക്കുമെന്ന് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി മഹാരാജ്. ബാബറുമായി ബന്ധമുള്ളവരെ അധിനിവേശക്കാരായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മസ്ജിദ് നിർമ്മിക്കുന്നതിൽ എതിർപ്പില്ല, എന്നാൽ ബാബറിന്റെ പേരിൽ മസ്ജിദ് നിർമ്മിക്കുന്നതിനെ എതിർക്കും. പശ്ചിമ ബംഗാളിൽ ബാബറിന്റെ പേരിൽ മസ്ജിദ് പണിയുമെന്ന തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ശങ്കരാചാര്യരുടെ പ്രതികരണം. വിവരങ്ങൾ എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, ഈ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് MLAയുടെ പ്രതികരണത്തോട് അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ ശങ്കരാചാര്യർ പ്രതികരിക്കുന്നത്. പറയും. ഗൗതം, 4 ശങ്കരാചാര്യ മഠങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോതിർമഠം. കശ്മീരിലുള്ള ജ്യോതിർമഠത്തിൻ്റെ മഠാധിപതിയാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് MLA നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ഇത്തരമൊരു രൂക്ഷ വിമർശനം ഉയർത്തിയത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ അവിടെ ബാബറിൻ്റെ പേരിൽ ഒരു മസ്ജിദ് പണിയുമെന്ന് മുർഷിദാബാദിൽ MLA ആയിട്ടുള്ള ഹുമയൂൺ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ അതിരൂക്ഷ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബാബറിൻ്റെ പേരിൽ മസ്ജിദ് പണിയുന്നത് കൃത്യമായി തന്നെ അതിലൊരു നിലപാടുണ്ട്, അത് കൃത്യമായി തടയുമെന്നുള്ളതാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി വ്യക്തമാക്കിയിരിക്കുന്നത്. മസ്ജിദ് പണിയുന്നതിന് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല. അതേസമയം അധിനിവേശക്കാരനായിരുന്നു ബാബർ എന്നുള്ളത്. ബാബർ അധിനിവേശക്കാരനാണ്. ഒപ്പം തന്നെ ബാബറിനെ പിന്തുണയ്ക്കുന്നവരും അധിനിവേശക്കാരായി കണക്കാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ചർച്ചകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ ഒരു ഹൈന്ദവ സന്യാസി കൂടി ഇത്തരത്തിലൊരു രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ശങ്കരാചാര്യ മഠത്തിൻ്റെ ഭാഗത്തുനിന്നാവുമ്പോൾ അത് ഏറെ ശ്രദ്ധേയമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില മുതിർന്ന നേതാക്കളുടെ പിന്തുണ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഹുമയൂൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വലിയ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഹുമയൂണിനെ തൃണമൂൽ കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം തന്നെ ഡിസംബർ 6-ാം തീയതി ഈ ഹിന്ദു സ്വാഭിമാൻ ദിനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നേരത്തെ ഹുമയൂൺ വ്യക്തമാക്കിയിരുന്നത്. അതേസമയം അയാൾ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിനോടകം സൂചിപ്പിക്കുകയുണ്ടായില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഗൗതം. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസ് MLAയുടെ വാദത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ശങ്കരാചാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. എസ് നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടുകൂടി ഇന്നത്തെ ലൈവ് റിപ്പോർട്ട്സ് അവസാനിക്കുകയാണ്. ഉച്ചവാർത്തയുമായി ശ്യാംബാബു കൊറോട്ടത്തും എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ.